27-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 25-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള 3-ാമത്തെ മാസത്തെ വിതരണമാണ് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. ജനുവരി മാസത്തെ പെൻഷൻ ഈ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസം വിതരണം ആരംഭിക്കും എന്ന് DBT സെല്ലിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 27-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകും. 26.46 ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക. കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2-3 ദിവസത്തെ താമസം ഉണ്ടാകും. എന്തായാലും അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. നമുക്കറിയാം, ശനി അതുപോലെ തന്നെ ഞായർ റിപ്പബ്ലിക് ദിന അവധി, അതിനുശേഷം 27-ാം തീയതി ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കുണ്ട്. എങ്കിലും DBT സെല്ല് വഴി ഈ ഒരു വിതരണം നടക്കുകയാണ് എങ്കിൽ അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനുള്ള സാധ്യതയുണ്ട്. 2000 രൂപ വീതം ചൊവ്വാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. കയ്യിൽ വിതരണവും വലിയ താമസമില്ലാതെ തന്നെ ആരംഭിക്കും. 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഫെബ്രുവരി 1 മുതൽ 20 വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുള്ളത്. തീയതിക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. 27-ാം തീയതി ചൊവ്വാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട്, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിട്ട് കയ്യിലും വിതരണം ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ, അതായത് 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതിനു മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് നൽകാത്തവർ മാത്രമാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവർക്ക് ജൂൺ 30-ന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ മാരേജ് സർട്ടിഫിക്കറ്റും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ചൊവ്വാഴ്ച 27-ാം തീയതി മുതൽ ഈ മാസത്തെ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് വിതരണം ചെയ്തു, കൂട്ടിയിട്ടില്ല. 1600 മാത്രമാണ് അവർക്കുള്ളത്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിലുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏകദേശം 10,000-നടുത്ത ആളുകൾക്കാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തത്. 18 മുതൽ 30 വയസ്സിനും ഇടയിലുള്ള വാർഷിക വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സുകളെല്ലാം കഴിഞ്ഞ് നൈപുണ്യ പരിശീലനത്തിലോ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്കാണ് ജോലി കിട്ടുന്നത് വരെ ഈ ഒരു സഹായം ലഭിക്കുക. ജോലി കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ ജോലി കിട്ടുകയാണ് എങ്കിൽ അവർ ജോലി കിട്ടുന്ന സമയത്ത് ഇത് അവസാനിക്കും. ഇനി അതല്ല, ഒരു വർഷത്തേക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഒരു വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് ഈ ഒരു തുക ലഭിക്കുകയില്ല. 12 മാസം മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക. അപ്പോൾ അതിൻ്റെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും എന്നാണ് വിവരം. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈവിധ്യം പരിശോധിക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി വീണ്ടും വാഹനമോടിപ്പിച്ച് പരിശോധിക്കും. വാഹനം ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണ വേദിയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയത്. റോഡ് സുരക്ഷയിലും ഗതാഗത നിയമങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാവീണ്യം പരിശോധിക്കുമെന്നും മിനിസ്ട്രിയിൽ ജീവനക്കാരടക്കം MVD ലീഡ് ആപ്പിലെ ടെസ്റ്റ് മാസത്തിലൊരിക്കൽ പാസ്സാകണം എന്നും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർക്കും ഡീലർ ആപ്പിലെ ടെസ്റ്റ് നിർബന്ധമാണ് എന്നും മന്ത്രി പറഞ്ഞു. ഓരോ മാസം കൂടുമ്പോഴും ഇവർ ടെസ്റ്റ് പാസ്സാവുകയും വേണമെന്നും മന്ത്രി അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്രത്തിന്റെ ഭേദഗതി ചെയ്ത നിയമം നടപ്പിലാക്കാനാണ് സംസ്ഥാനം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ ഭേദഗതി പ്രകാരം വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും.
കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാനും തടഞ്ഞുവെക്കാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. RC ഉടമയായിരിക്കും എല്ലാ നിയമ നടപടികളും നേരിടേണ്ടി വരിക. കർശനമായ ഭേദഗതികളാണ് ഇത്തവണ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിലും നടപ്പിലാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ പിഴയുള്ളവർക്ക് 45 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരുന്നത്. അതിനുശേഷവും പിഴ ഒടുക്കാത്തവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഇന്നും കുതിച്ചു കയറി. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 135 രൂപ കൂടി 14,540 രൂപയും പവന് 1,080 രൂപ വർദ്ധിച്ച് 1,16,320 രൂപയുമായി. BPL വിഭാഗത്തിൽപ്പെട്ട മുൻഗണനാ റേഷൻ കാർഡിൽ ഇനിയും 70,000-ഓളം ഒഴിവുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അർഹരായിട്ട് അപേക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ പരിശോധനകളില്ലാതെ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. ഇന്ന് 2026 ജനുവരി 24 മുതൽ വീണ്ടും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത മാസം 5-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഉടനെ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് മിക്കവാറും ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കണമെങ്കിൽ BPL റേഷൻ കാർഡ് വേണം, അതായത് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് വേണം. അപ്പോൾ ഈ കാർഡിലേക്ക് ഉൾപ്പെടാൻ അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന നിരവധി പേരുണ്ട്. അതായത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം BPL റേഷൻ കാർഡിന് അപേക്ഷ നൽകിക്കൊണ്ട് പിങ്ക് റേഷൻ കാർഡ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പദ്ധതി പ്രകാരമുള്ള, നിങ്ങളുടെ കാർഡിലുള്ള സ്ത്രീകൾക്കും ഈ പദ്ധതി പ്രകാരമുള്ള 1000 രൂപ പെൻഷൻ എല്ലാ മാസവും ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം BPL റേഷൻ കാർഡ്, നീല വെള്ള റേഷൻ കാർഡുകളാണ് എങ്കിൽ ഇപ്പോൾ ഉള്ള അവസരം കണക്കിലെടുത്തുകൊണ്ട് ആ സമയത്ത് തന്നെ BPL റേഷൻ കാർഡിന് അപേക്ഷ നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അതിനുശേഷം നമുക്ക് BPL റേഷൻ കാർഡ് കിട്ടുകയാണ് എങ്കിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷനും അപേക്ഷ നൽകാവുന്നതാണ്. മറ്റൊന്ന്, ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിലൂടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയും, വെള്ള റേഷൻ കാർഡിൽ ആകെ 2 കിലോ അരിയുമാണ് ഉള്ളത്. എല്ലാ റേഷൻ കാർഡിനും ഈ മാസം ആട്ടയുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 3 കിലോ, പിങ്ക് റേഷൻ കാർഡിന് 4 കിലോ, വെള്ള നീല റേഷൻ കാർഡിന് 2 കിലോ വീതം ആട്ടയാണുള്ളത്. മഞ്ഞ റേഷൻ കാർഡിൻ്റെ ആട്ടയ്ക്ക് 7 രൂപയും പിങ്ക് റേഷൻ കാർഡിന് 9 രൂപയും നീല വെള്ള റേഷൻ കാർഡിന് 17 രൂപയുമാണ് ആട്ടയ്ക്ക് നൽകേണ്ടത്. മണ്ണെണ്ണ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഈ മാസം മുതൽ വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമാണ് ലഭിക്കുക. അതുപോലെ തന്നെ സപ്ലൈകോ വിഹിതങ്ങളും നിങ്ങൾക്ക് പോയിട്ട് കൈപ്പറ്റാവുന്നതാണ്. 20 കിലോ അരി വില കുറഞ്ഞ് 25 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണിത് ലഭിക്കുക. സബ്സിഡി അരിക്ക് പുറമെയാണിത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.